ആരാണ് അവിടെ ചൂളടിക്കുന്നേ? ഞാനാ. പേരെന്താ? ബഷീർ. എളിയ തോതിലൊരു എഴുത്തുകാരനാ. 2.5 കൊല്ലം തടവ്. ഞാനിവിടെ തനിച്ച. കൂട്ടുകാരെല്ലാം പോയി. അല്ല, പേര് പറഞ്ഞില്ലല്ലോ. നാരായണി. സുന്ദരമായ പേര്. വയസ്സ്? 22. സുന്ദരമായ വയസ്സ്. കഠിന തടവാണല്ലേ? 14 വർഷം. അപ്പോ കൊലക്കുറ്റമാണല്ലേ? വന്നിട്ട് ഒത്തിരി നാളായോ? 1 വർഷമായി. എന്തൊരു ജീവിതം. എനിക്കൊരു റോസാച്ചെടി തരുമോ? നാരായണി എങ്ങനെ അറിഞ്ഞു ഇവിടെ റോസാ ചെടിയുള്ള കാര്യം? ജയിലല്ലേ, എല്ലാവരും എല്ലാം അറിയും. ഇവിടെ രഹസ്യങ്ങളൊന്നുമില്ല. ഈ ഭൂമുഖത്തുള്ള എല്ലാ പനിനീർ ചെടികളും ഞാൻ നാരായണിക്ക് തരും. ഒരെണ്ണം മതി. തരുമോ? ഹോ, ഇതെന്തൊരു ചോദ്യമാണ്. തരുമോ എന്ന്. നാരായണി അവിടെ തന്നെ നിൽക്ക്. ഞാൻ ഇപ്പം കൊണ്ടുവരാം. കേട്ടോ? കേട്ടു. നാരായണി, നാരായണി. എന്തോ? ഞാൻ വിളിച്ചപ്പോൾ എവിടെയായിരുന്നു? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട്? ഒളിച്ചിരിക്കുകയായിരുന്നു. കള്ളി. ബഷീറേ, റോസാച്ചെടി കൊണ്ടുവന്നോ? ബഷീറേ, ബഷീറേ. ദൈവത്തെ ഇത്ര സ്നേഹത്തിൽ വിളിച്ചിരുന്നുവെങ്കിൽ ദൈവം എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമായിരുന്നു. ദൈവം ആരുടെ മുമ്പിലും പ്രത്യക്ഷപ്പെടില്ല. ദൈവം അടുത്തുണ്ട്. പ്രപഞ്ചങ്ങളായ എല്ലാ പ്രപഞ്ചങ്ങളുടെയും വെളിച്ചം, ചൈതന്യം. ഇതാ പൂവ്. ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ലാളിത്യം തുളുമ്പുന്ന ഒരു പ്രണയകഥ. ഈ നോവലിലെ ചില ഭാഗങ്ങൾ ദൃശ്യവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ് ഞങ്ങൾ. നിന്റെ പേരെന്താടി? ഇവനാരെ എന്നെ എടിയൊന്നും പൊടിയെന്നൊക്കെ വിളിക്കാൻ? ഹൗ, എന്തൊരു മാന്തലാ മാന്തിയത്. സുഹറയെ തിരിച്ചൊന്നും ചെയ്യാൻ അവന് തോന്നിയില്ല. എങ്കിലും ഒരു പെണ്ണിന്റെ മുന്നിൽ തോറ്റുകൊടുക്കാൻ പാടില്ലല്ലോ. എന്റെ വീട് ഓടിട്ടതാണല്ലോ. എനിക്ക് ആ മാവുമ്മ കയറാൻ അറിയാലോ. ഇനിയിപ്പോൾ ഈ ചെറുക്കൻ മാവിൽ വലിഞ്ഞു കയറി എല്ലാ മാമ്പഴവും തിന്നുമോ? ആ മൊയ്ത്തത് രണ്ടും ഞാൻ കണ്ടുവച്ചിരുന്നതാണെന്ന് പറയാം. ചെറുക്ക, ആ മൊയ്ത്തത് രണ്ടും മുന്നം കണ്ടത് ഞാനാ. ഇവനെന്താ മിണ്ടാത്തത്? മാവിലപ്പടി മിഷറാണ്. ചെറുക്കന് പേടിയായിരിക്കും. അതു നന്നായി. ഇവനിനി മാവിൽ കയറില്ലല്ലോ. ഓ, മിഷർ കടിക്കുവല്ലോ. മിഷറാണേലും തേളാണേലും ഞാൻ അതിന്റെ മീതെ കയറും. അമ്പട പഹയാ.
മജീദ് മാമ്പഴം പറിച്ചു വരുന്നതും കാത്തിരിക്കുകയാണ് സുഹറ. ഇങ്ങോട്ട് താ ചെറുക്ക, ഞാൻ കണ്ടുവച്ചിരുന്നതല്ലേ. ഉമ്മിന് വലിയ കൊതിയാണ് പെണ്ണിന്. അമ്പടാ നല്ല മണം. എന്നാ വേണമെങ്കിൽ ഇനിയും ഞാൻ പറിച്ചു തരാം. എനിക്കൊന്നു മതി. അവിടെ വലിയൊരു സൗഹൃദം ഉടലെടുക്കുകയായിരുന്നു. അന്തോണി, വർഗീസ്, സുഹറ, മണ്ട ശിരോമണി. ഇന്നലെ തന്ന കണക്കെല്ലാരും ചെയ്തോ? മണ്ട ശിരോമണി, ഒന്നൊന്ന് എത്രയാടാ? രണ്ടു നദികൾ കൂടിച്ചേർന്നാൽ തടിച്ച ഒരു നദിയാവും. അപ്പോൾ രണ്ടൊന്ന് ചേർന്നാൽ ഗണിതശാസ്ത്രത്തിൽ അങ്ങനെ ഒരു പുതിയ തത്വത്തിന് തുടക്കമായി. അവന്റെ ആ തത്വത്തിന് മാഷ് തക്കതായ സമ്മാനം തന്നെ നൽകി. കുറെ അടി കൂടി വലിയൊരു അടിയായെന്ന് വിചാരിച്ചോ? മജീദിന്റെ നിസ്സഹായാവസ്ഥ കണ്ട് സുഹറ അവനുമായി കൂട്ടുകൂടാൻ തീരുമാനിച്ചു. സുഹറ മജീദിന്റെ അടുത്തേക്ക് സ്ഥലം മാറിയിരുന്നു. അതോടെ മജീദ് അടികൊള്ളാതായി. അത്ഭുതകരമായി മജീദിന്റെ കണക്കുകളൊക്കെ ശരിയാവാൻ തുടങ്ങി. അമ്പടാ, ഞാൻ വിചാരിച്ച പോലെ നിന്റെ തലയിൽ കളിമണ്ണല്ല, മജീദാണ് നമ്മുടെ ക്ലാസ്സിലെ ഒന്നാമൻ. അത് കേൾക്കുമ്പോൾ സുഹറ പുഞ്ചിരി തൂകും. അതിന്റെ പൊരുൾ മറ്റാർക്കും മനസ്സിലായില്ല. മജീദിന്റെ കണക്കുകൾ ശരിയാവുന്നതിന്റെ രഹസ്യം സുഹറയുടെ മന്ദഹാസത്തിൽ ഒളിഞ്ഞു കിടന്നിരുന്നു. ഒരുമിച്ചിരിക്കുമ്പോൾ സുഹറ മജീദിനെ ഇങ്ങനെ വിളിച്ചു. ഇമ്മന് വലിയ ഒന്ന്. എന്റെ ഉപ്പാക്കൊരാണ് ഉണ്ടായിരുന്നു എന്ന കൃതിയിലെ കുഞ്ഞു പാത്തുമ്മയുടെ ഒരു കുറച്ച് ഭാഗം ഞമ്മള് കുഞ്ഞു പാത്തുമ്മ നമ്മൾ ആണവിക്കാലത്ത് പുന്നാര മോളുടെ പുന്നാര മോള ഉമ്മ ഞമ്മളിപ്പോ വരാട്ടോ. അപ്പത്തെ പുതിയ താമസക്കാർ വന്നിട്ടേ. അതിന്റെ പേരെന്താ? ഞാൻ കുഞ്ഞു പാത്തുമ്മ. വായിക്കാനോ എഴുതാനും വായിക്കാനൊന്നും ഞമ്മള് പഠിച്ചിട്ടില്ല. എന്നാ ബാബാ എന്താ നമ്മളെ എഴുതാനും വായിക്കാനൊന്നും പഠിപ്പിക്കായി? ബാബാ കാത് കേൾക്കുന്നില്ലേ? ഉമ്മ ഞമ്മളിപ്പോ കുളിച്ചിട്ട് വരാട്ടോ.
കുട്ടികൾ പറയുന്ന കേട്ടോ എന്റെ ഉപ്പുപ്പാനാണ് കുമ്പനാനല്ല കുഴിയാനാണെന്ന്. എന്റെ ഉപ്പുപ്പാനാണ് കുഴിയാനത്രേ. ജമീല നമ്മളൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാം. അവിടെ നിൽക്കുന്ന ഈ പാല് കുടിച്ചിട്ട് പോയാ മതി. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. വേലക്കാരന്റെ കാര്യമാണെങ്കിൽ നമ്മൾ നോക്കുന്നുണ്ട്. അല്ലെങ്കിലും ഇവിടെ എന്തിനാണ് ഒരു വേലക്കാരൻ? ഓ വലിയ വരെ പഠിച്ചിട്ടും ഈ അടുക്കളയിൽ കടന്ന് കഴിക്കാനാണല്ലോ എന്റെ തലവിധി. ജമീല, നീ ഇന്നും കൂടി ഒന്ന് ക്ഷമിക്ക്. നാളെ നമുക്കെല്ലാം ശരിയാക്കാം. ഓ ശരിയായത് തന്നെ. ഞാനേ അത് പറയാനല്ല വന്നതില്ല. എനിക്കൊരു പൂതി നിങ്ങളത് സാധിച്ചു തരുമോ? ജമീല, നിന്റെ എന്ത് പൂതിയായാലും ഈ അബ്ദുൽ ഖാദർ സാഹിബ് നടത്തി തരും. സ്വർണ്ണമാലയോ പട്ടുസാരിയോ വേണമെങ്കിൽ കാട്ടി പോയി സിംഹത്തിന്റെ രോപം കൊണ്ട് മോതിരം വരെ ഉണ്ടാക്കി തരൂലേ മുത്തേ? എന്റെ പൊന്നും അതൊന്നും വേണ്ട. എനിക്ക് ഒരു പൂവമ്പഴം തിന്നാൻ ഒരു കൊതി. പൂവമ്പഴോ? നിനക്ക് ഒരു പൂവമ്പഴമല്ല, നിനക്ക് ഒരു കൊല പൂവമ്പഴം വരെ ഞാൻ കൊണ്ടുവന്ന് തരും. അതൊന്നും വേണ്ട. എനിക്ക് 2 പൂവമ്പഴം മതി. മറക്കോ? മറക്കേ? ഞാൻ ഈ അങ്ങാടി കിട്ടിയില്ലെങ്കിൽ പുഴക്കക്കരെയുള്ള അങ്ങാടി പോയി നിനക്ക് ഞാൻ പൂവമ്പഴം വാങ്ങിച്ച് കൊണ്ടുവന്ന് തരും. അവിടെ ഇവിടെ ഒന്നും കറങ്ങി നടക്കാണ്ട് വെച്ച് അങ്ങോട്ട് പോന്നോളി. ഞാനിവിടെ ഒറ്റയ്ക്കാനുള്ള കാര്യം മറക്കണ്ട കേട്ടോ. കദളിവാഴ കയ്യിലിരുന്ന് കാക്ക ഇന്നു വിരുന്നു വിളിച്ചു. വിരുന്നുകാര 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 വന്നാട്ടെ. വിരുന്നുകാര 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 വന്നാട്ടെ. വാഴ കയ്യിലിരുന്ന് കാക്ക ഇന്നു വിരുന്നു വിളിച്ചു. വിരുന്നുകാര 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 വന്നാട്ടെ. വിരുന്നുകാര 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 വന്നാട്ടെ. പാതിരിയായല്ലോ. പുള്ളിക്കാരനിട്ട് എവിടെ പോയി കിടക്കുക? രാവിലെ ഓരോരോ പണികൾ. പിന്നെ കുറച്ച് നേരത്തെ തല ചായ്ക്കാന്ന് വെച്ചാൽ റബ്ബേ എന്റെ ഒരു തലയിതിരി. അതിലൊക്കെ തുറന്ന് മലത്തിട്ട് ഇവിടെ എന്താ ഇവിടെ കിടന്നു തുടങ്ങിയത്? ജമീല, ജമീല, ഇന്റെ പഠിച്ചോനെ നിങ്ങൾ എന്താണ് ഈ കുളത്തിലാകെ നനഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ ഈ പാതിരാത്രി വരെ എവിടെ പോയി കിടക്കായിരുന്നു? ജമീല, ഈ അങ്ങാടിയിലൊന്നും പൂവമ്പഴം കിട്ടാനില്ലായിരുന്നു. ഞാൻ എന്നിട്ട് പുഴയ്ക്ക് അക്കരെ പോയി കൊറേ നടന്ന് എന്നിട്ട് തിരിച്ചു വരാൻ നോക്കിയപ്പോ തോണിക്കാരൻ പോയിരുന്നു. നീ ഇവിടെ ഒറ്റയ്ക്കല്ലേ വിചാരിച്ച് ഞാൻ പുഴ നീന്തി വന്നതാ. നല്ല ഒഴുക്കുണ്ടായിരുന്നു. കൊറേ ബുദ്ധിമുട്ടി. പക്ഷെ ഈ പൊതിന്ന് ഞാൻ കൈ വിട്ടില്ലേട്ടാ. ഇത് കഴിച്ചോളി. ഹായ് പൂവമ്പഴം. ഓറഞ്ചാ പൂവമ്പഴത്തിനായിട്ട് നല്ലതാ. എനിക്കിത് വേണ്ട. അങ്ങനെ പറയല്ലേ ജമീല. എവിടെങ്ങാണ്ട് തെണ്ടി നടന്നിട്ട് മനുഷ്യനെ ആശിപ്പിച്ചിട്ടും. ജമീല, ഞാൻ പറഞ്ഞത് സത്യ. പൂവമ്പഴം എവിടെയും കിട്ടാനില്ല. ഇന്നോട് നാണ പറയണ്ട. ജമീല, ഇത് നീ തിന്ന്. ഇത് ഞാൻ അത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതല്ലേ. എന്നോട് നാണ പറയണ്ട. ഞാൻ സ്വത്തും പണമൊന്നുമല്ലല്ലോ ചോദിച്ചു. അത് 2 പൂവമ്പഴല്ലേ ചോദിച്ചുള്ളൂ. ഇതിനൊന്നും പറയല്ലേ എന്റെ ജമീല. അത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതല്ലേ ഇത്. നീ ഇത് തിന്ന്. നിങ്ങൾ കഷ്ടപ്പെട്ടെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുപോയി കൊടുത്തോളി. ഇന്ന് പൂവമ്പഴം കിട്ടാതെ ഈ ജമീല ബീബി ഒരു തുള്ളി വെള്ളം പോലും കുടിക്കില്ല. എന്റെ ജമീല, അജി പെണങ്ങല്ലേ. നീ ഈ ഓറഞ്ച് തിന്ന്. ഇതില് പൂവമ്പഴത്തിനായിട്ട് ഇരട്ടി വരെയും ഇരട്ടി വിറ്റാമിനും ഉണ്ട്. താൻ അങ്ങ് തിന്നാ മതി. ഞാൻ ഇറങ്ങാൻ പോണു. എന്റെ മഹാറാണി എന്നിട്ട് വന്നേ. എന്നിട്ട് നീങ്ങിക്കറി നമുക്ക് ആ ഓറഞ്ച് എടുക്ക്. ആ ഓറഞ്ച് എടുക്കരി. ഓറഞ്ച് എടുക്കടി. തിന്നടി. തിന്നടി. സാവധാനം തൊലി പൊളിച്ച് തിന്നടി. തിന്നടി. പിന്നെ തല്ലല്ലേ. ഞാനടി.
അബ്ദുൽ ഖാദർ സാഹിബ്. നിന്റെ ആരടി? എന്റെ കെട്ടിയോൻ. ഇതെന്താ? ഓറഞ്ച്. അടി. അല്ല, ഇത് പൂവമ്പഴ. ഇവിടെ വേലക്കാരിനെ വേണോ? വേണ്ട, ഇക്ക് ഇവിടെ എടുക്കാനുള്ള പണിയാളേ ഉള്ളൂ. എന്താ ഈ തിന്നണേ? പൂവമ്പഴം. ഇനി ഞങ്ങൾ ഇന്ന് അടിക്കോ? ഇല്ല എന്റെ മുത്തേ. പത്തിരി ചുട്ടിരി അമ്മിയിലൊന്നിരി വിത്തോളി വാത്തുമോ. ഇത് നല്ലോണം പൂത്തിട്ടുണ്ടല്ലോ. ഇതാ തലക്കിട്ടുള്ളത്. അല്ലാ, ഇത് ആർക്കും പഴം വെച്ച് കിടക്കുന്നുണ്ടാവുമല്ലോ. പോയി നോക്കാം. നിങ്ങളെ ആരേലും എന്റെ ആടിന് കഞ്ഞിയുടെ വെള്ളം കൊടുത്ത എല്ലാരും ഉണ്ടല്ലോ. ആട് ഞങ്ങളെ പുസ്തകമൊക്കെ നശിപ്പിച്ച് ഇനി അതിന് വെള്ളം കൂടിയും കൊടുക്കണല്ലേ? പറഞ്ഞോളൂ, എത്ര ആണെങ്കിലും പറഞ്ഞോളൂ. എന്റെ ആടൊന്ന് പെറ്റോട്ടെ. എന്റെ ആട് വെച്ച ഞങ്ങളെ എല്ലാരും ഉണ്ട് പിന്നാലെ വരും. ആട് പെറ്റാ ഞങ്ങളെ മറക്കല്ലേ. ഞങ്ങളെ സൈനവയ്ക്ക് കുറച്ച് പാല് തരണേ.